ആ ഞാൻ ഏതെങ്കിലും ഷോപ്പ് നോക്കട്ടെ, നമുക്ക് നിർത്താം കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാറുന്നല്ലോ. അതിന് ഏതെങ്കിലും ഷോപ്പ് കാണണ്ടേ? ഈ റോഡ് തന്നെയല്ലേ പോ. ശിവ ശിവ, ദേ അത് നോക്കി, എന്ത് ക്യൂട്ടാ കാണാന്. ഹായ്, നല്ല രസമുണ്ട് ആ പച്ചപ്പ് കാണാന്. പപ്പ വണ്ടി നിർത്ത്. ആ എത്തി. എല്ലാരും ഇറങ്ങിക്കോ. ആവശ്യമുള്ളത് മേടിച്ച് കഴിച്ചോ. ഇനി നമ്മൾ അങ്ങ് ചെന്നിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഓക്കേ പപ്പ. ബാ ഇറങ്ങി വാ. അല്ല നിങ്ങളാരും ഇറങ്ങുന്നില്ലേ? ആ അതാ വരുവാ. ഇന്ന് കുറേ സ്വീറ്റ്സ് കഴിക്കണം. എനിക്ക് പിസ്സ ഒക്കെ തിന്നണമെന്നുണ്ട്. എനിക്ക് നല്ല വയറും വിശക്കുന്നു. അച്ചോടാ, പാറുമോളാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ബാ അച്ഛന്റെ പൊന്നെ ആരും മൈൻഡ് ചെയ്തില്ലേ? അച്ഛന്റെ പൊന്നിന് എന്താ വേണം? ജ്യൂസ് മേടിച്ചു തരട്ടെ? ആ ബാ, ജ്യൂസ് മേടിച്ചു തരാം. ആ മിഠായി വേണോ? ബാ ഇരിക്കി. ആവശ്യത്തിന് എന്താന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോ. പിന്നെ വണ്ടി ഇരുന്ന് കരയരുത്. അതാ, ആര് എന്ത് വേണമെങ്കിലും മേടിച്ചു, ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഇവിടെ മെനു കാർഡ് ഇല്ലേ പപ്പ? മെനു കാർഡ് ഉണ്ടല്ലോ. മെനു കാർഡ് എടുത്ത് നിക്ക്. വെയിറ്റ്. യെസ് സർ, മെനു കാർഡ് ഇപ്പൊ കൊണ്ടുവരാം സർ. ഓക്കെ. വെയിറ്റ്, 2 ഷവർമ. നിനക്കെന്താ വേണം? എനിക്കൊരു പിസ്സ, പിന്നെ ഒരു ഫലൂദ. മക്കളെ, നിങ്ങൾക്ക് ജ്യൂസ് വല്ലതും വേണോ? ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് സ്ട്രോബെറി ജ്യൂസ്. എനിക്ക് ജ്യൂസ് വേണം പപ്പ. നോക്ക്, നോക്കിയിട്ട് മേടിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹായ്, മമ്മിയുടെ പിസ്സ വന്ന്. ഓ മമ്മ ആ ടൊമാറ്റോ സോസ് എനിക്ക് തരുവോ? ആ തരാം. എന്നാ എടുത്തോ. നോക്കട്ടെ. ഓ പിസ്സ കാണാൻ തന്നെ എന്തൊരു ക്യൂട്ട്. മമ്മ ഒരു പിസ്സ എനിക്ക്. എടുത്തോ. അതിന് നിനക്ക് തരൂലെന്ന് പറഞ്ഞോ ഗൗരിക്കുട്ടി. എന്നാ ഒരു പീസ് നീയും കഴിച്ചോ. ഇത് കണ്ടിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് എന്തൊരു പിസ്സയാ മമ്മ? ചിക്കൻ പിസ്സയാണോ? ഇതിനകത്ത് എന്താ കിടക്കുന്നത്? ഇത് ചിക്കൻ പിസ്സ അല്ല, ഇത് വെജ് പിസ്സയാ. നല്ല ടേസ്റ്റ് മമ്മ. നല്ല രുചി. ഇത് കഴിച്ചു നോക്കേ. ഒരു പീസ് എടുത്ത് കഴിക്കുന്നേ. എവിടെ നോക്കട്ടെ. കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. എനിക്ക് തന്നില്ല. എന്നാ ഇനി ഇത് ഇത്രയും കഴിച്ചു തീർന്നാൽ മതിയായിരുന്നു. ദേ ശിവയുടെ സ്ട്രോബെറി ജ്യൂസ്. ഗൗരി ചോക്ലേറ്റ് ഷേക്ക് ആണോ പറഞ്ഞത്? ആ അതെ, എൻ്റെ ഫലൂദ വന്നിട്ടുണ്ട്. അത്ര പോരെന്ന് ഒന്ന് കണ്ടിട്ട്. നീയല്ലേ ഓർഡർ ചെയ്തത്? ഞാൻ മുന്നേ ഒരു വട്ടം ഒരു കടയിൽ കയറി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതാ ഓർഡർ ചെയ്തത്. അങ്ങനെ വയറ് നിറഞ്ഞു. പാറുമോക്ക് സ്വീറ്റ് വേണോ നോക്കട്ടെ. പപ്പ മേടിച്ചു തരാം. ഇത് വേണോ? പിന്നെ ഏത് വേണം? കിൻഡർ ജോയ് മേടിച്ചു തരട്ടെ? പപ്പ എന്തായാലും ഒരു ചായ കുടിക്കട്ടെ. എന്തായാലും കുറച്ച് സ്നാക്സും കൂടെ മേടിച്ചു വെച്ചത് നന്നായി. ഇനി അങ്ങ് വരെ എത്തുമ്പോഴേക്കും പിള്ളേര് പിന്നെ വിശക്കുന്നു എന്ന് പറയും. മമ്മ എനിക്കുണ്ട് സ്നാക്സ്. 2 പേരുടെ ലേസിന്റെ ഇവിടെ ഉണ്ട്. സിസറോളും ഉണ്ട്. ദേ ഇത് ഞങ്ങൾക്ക്, എനിക്കും പപ്പയ്ക്കും. ഇതെന്തൊരു മിഠായിയാ? മിക്സ്ചർ മിഠായി. ഹായ്, മിക്സ്ചർ മിഠായിയോ? പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കേ പപ്പ. പെട്രോൾ എന്തിനാ പപ്പ അടിക്കുന്നേ? നിനക്ക് അതുപോലും അറിയത്തില്ലേ ഗൗരി? പെട്രോൾ അടിച്ചാലേ വണ്ടി പോവത്തോളൂ. ദേ ഇങ്ങനെ ദേ സ്കൈ നോക്കിക്കേ, എന്ത് രസമാ കാണാന്. നല്ല ബ്ലൂ സ്കൈ ആൻഡ് വൈറ്റ് കളറിലെ ആ ഒരു മേഘത്തെ കാണാൻ എന്ത് രസം, ക്യൂട്ടല്ലേ? ഇവിടെ മൊത്തം ഒരാള് പോലെ അല്ലല്ലേ പപ്പ? എന്റെ പൊന്നു, ഒരു ഒറ്റ വണ്ടിയില്ല ശിവ. നീ നോക്കിക്കേ, ഒരു വണ്ടി പോലും ഇല്ല. ഒരു ഓട്ടോ അതവിടെ കിടക്കല്ലേ. നമ്മൾ പോകുന്നിടത്ത് വേറെ ഒരു വണ്ടിയില്ല, നമ്മളെ മാത്രം. ശരിയാ, നമ്മളെ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവോ ഗൗരി? അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ തട്ടിക്കൊണ്ടുപോകും. പപ്പ സമയം ഒരുപാടായി. ഇനി എപ്പോഴാ നമ്മൾ എത്താ? ഇനി കുറച്ച് ദൂരവും കൂടെ ഉണ്ട്. 2 പേരും ബാക്കിൽ കിടന്നങ്ങ് ഉറങ്ങിക്കോ. എനിക്ക് നല്ല ഉറക്കം വരിക. ഞാനിവിടെ കിടക്കുക. ഗൗരി എണീക്ക്. ദേ അവിടെ കാണാൻ നല്ല രസം
രസമുണ്ട്. രാത്രിയല്ലേ കാണാൻ നല്ല ക്യൂട്ട്. അത് കണ്ടോ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ആ മതലില് കാർട്ടൂൺസിനെയൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നേ. ഗൗരിയുടെ ഒരു കാര്യം. ഗൗരി സ്ഥലം എത്താറായി. എണീക്ക് എണീക്ക്. ഇപ്പൊ എത്തും. എണീക്ക്. എത്ര നേരമായി. ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എന്തോ ഒരു വണ്ടിയല്ലേ. ശരിക്കും വണ്ടിയുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോണം. ഐസ്ക്രീം നമുക്ക് പപ്പയടുത്ത് പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട ഗൗരി, നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ കഴിച്ചു. നമുക്കിനി അവിടെ അറ്റത്തെത്തിയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം. ഹായ്, ഈ കടയിൽ എന്തൊക്കെയാ ഉള്ളത്? അത് നമ്മുടെ കോണാണ്. അതിനകത്ത് ഇങ്ങനെ അവർ പുഴുങ്ങി തരും. അത് നമുക്ക് ആവിയിൽ പുഴുങ്ങി തരുമ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ മറ്റേ ഇത് കഴിക്കൂലേ, ഏത് എന്തായിരുന്നു, പോപ്കോൺ. അതുണ്ടാക്കുന്ന സാധനം അത്. ദേ അവിടെ നോക്കിക്കേ, ഇവിടൊക്കെ ഭയങ്കര ശിവ, അതെ അവിടെ ഒരു പ്ലെയിൻ. നീ കണ്ടോ? ഞാൻ കണ്ടു. നല്ല ക്യൂട്ട് അല്ലേ? നമുക്ക് അങ്ങ് അറ്റത്തെത്തുമ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ ഫുള്ള് കണ്ടുപോകാം. ക്യൂട്ടായിട്ടുള്ള നല്ല ബാഗ്സ്. നമുക്ക് ബാഗ് മേടിച്ചാലോ? അതിന് ബാഗ് നമ്മൾ സ്കൂൾ തുറന്നപ്പോഴല്ലേ മേടിച്ചത്. എപ്പോഴും ബാഗ് മേടിക്കോ? യു ആർ റൈറ്റ്. ഹായ്, നല്ല ഇതെന്താ വാച്ചാണോ? വാച്ചല്ല ഗൗരി, അത് ബെൽറ്റാ. ടോയ്സാണ്. നല്ല രസമുണ്ടല്ലേ. ഹായ്, നല്ല തണുത്ത കാറ്റ് ഇവിടെ. നിനക്ക് അടിക്കുന്നുണ്ടോ? പിന്നെ അടിക്കുന്നില്ലേ, ഞാൻ നിന്റെ കൂടെ അല്ലേ വരുന്നത്. ഇതെന്തോ ശിവ? ഇത് നമ്മളാ ഇങ്ങനെ ചെണ്ട. ഇതാണല്ലേ ചെണ്ട. മേടിച്ചാലോ? വേണ്ട ഗൗരി, എന്നാ വേണ്ട. എനിക്ക് വേറെന്തെങ്കിലും ചോയ്സ്. നമുക്ക് ബബിൾസ് മേടിച്ചാലോ? ബബിൾസ് നമ്മൾ 2 ദിവസം മുന്നേ മേടിച്ചില്ലേ. ശിവ, ഇതെന്താ ഒന്നും മേടിക്കാൻ സമ്മതിക്കില്ലേ? എന്തിനാ ഗൗരി നമ്മൾ ആവശ്യമില്ലാതെ മേടിക്കുന്നത്? ആവശ്യത്തിന് നമുക്ക് പപ്പ മേടിച്ചു തരുന്നുണ്ടല്ലോ. എന്നാൽ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും. പപ്പ, എനിക്കൊരു കോൺ വേണം. മേടിച്ചു തരാം. ഒരെണ്ണം എടുക്കുക കേട്ടോ. ടേസ്റ്റ് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്ന്. ടേസ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടെ മേടിക്കാം. ഓക്കെ പപ്പ. ആദ്യം നമുക്ക് ഒരെണ്ണം വാങ്ങി നോക്കാം ഗൗരിയെ. ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് പല സ്ഥലങ്ങളിലും പല ടേസ്റ്റിൽ പല ഇതായിട്ട് ചെയ്യും. കൊള്ളത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ പപ്പയുടെ പൈസ പോകൂലേ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മേടിക്കാം. ഓക്കെ. കൊള്ളാലോ. പക്ഷേ ഇത് തോനെയുണ്ട്. നമുക്കിനി ആവശ്യമില്ല. വയറ് ഫുള്ളായത് കഴിച്ചപ്പോൾ. അത് നമ്മൾ വണ്ടിയിൽ നിന്ന് കുറേ ഐറ്റംസ് കഴിച്ചു. എല്ലാം കൂടെ വയറ് വേദനിക്കുമോ എന്തോ. ആ സ്നാക്സ് ഒന്ന് മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഹായ്, ഇത് നോക്കി ശിവ. അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി ഓഫ് ആവും. നോക്കി, അത് ആദ്യം റെഡ് ആവും പിന്നെ ബ്ലൂ ആവും. ശരി, അതെ, അതും കണ്ടോ. ആദ്യം കുറേ കളർ ആവുന്നുണ്ട്. റെഡും ബ്ലൂ അല്ലാതോ ഒരു പിങ്ക് ഒക്കെ വരുന്നുണ്ട്. ഇതെന്തോ സ്പ്രേ ആണോ? ഇതെന്താ ഫുള്ള് ലൈറ്റ് കത്തിച്ചിരിക്കുന്നേ? അത് അവിടെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗൗരി. അതുകൊണ്ടാണ് നമുക്കങ്ങനെ. ഇത് കുട്ടികളെ കളിക്കുന്ന ചെണ്ടയാണെന്ന് തോന്നുന്നു ഗൗരി. എനിക്കൊരു മോതിരം വേണം പപ്പ. കുറേ നാളായി പപ്പ. നോക്കിക്കോ. എന്നാ എനിക്കും വേണം പപ്പ മോതിരം. നോക്കിക്കോ. എന്താ ഇതിന്റെ റേറ്റ് എങ്ങനെയാ? 20 രൂപ. നോക്കിക്കേ, കുറേ മാലകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒരു ക്ലിപ്പും വേണം, ഒരു മോതിരം വേണം. നല്ല വെറൈറ്റി കളക്ഷൻ ഓഫ് ബാഗ്സ്. ഇത് നോക്കിക്കേ, നല്ല ആൻറ്റിക് ആയിട്ടുള്ള ബാഗ്സ് അല്ലേ ഗൗരി മോളെ? നിനക്ക് ക്ലിപ്പോ തലയിലിടാൻ വണ്ണോ എല്ലാം വേണമെങ്കിൽ മേടിച്ചോ കേട്ടോ. എനിക്ക് ഇപ്പം എന്താ, ഈ ബാഗ് നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു ഇത് നോക്കിക്കേ. ഈ ബാഗ് മേടിക്കണോ? ഇതെന്താ ബാഗിൽ ലൈറ്റോ? ഇത് കൊള്ളാം. ഗൗരിമോൾക്ക് ഈ ഒരു ബാഗ് മേടിച്ചാലോ? കുറേ നാളായിട്ട് ഗൗരിമോൾ പറയാം. തലയിലിടാൻ ക്ലിപ്പ് മേടിക്കണം, അല്ലെങ്കിൽ വേണ്ട. ടോയ്സ്, ബേബിക്ക് ടോയ്സ് എന്താ ഇതിൽ മേടിക്കുക? ഹായ്, ഇതെന്താ റോഡിൽ കൂടെ ഓടുന്ന ട്രെയിനോ? നമ്മൾ മറ്റേ ട്രെയിനിൽ കണ്ടിട്ടേ ഉള്ളൂ. ഇത് ടോയ് ട്രെയിനാ. ഇതിൽ നമുക്ക് കയറാൻ വേണമെങ്കിൽ കയറിയാലോ? അത് ഫുള്ളായാലേ ആ വണ്ടി വിടത്തുള്ളൂ. അതുവരെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം തന്നെ അത്രയും രാത്രിയായി. നമുക്ക് വീട്ടിൽ പോകണ്ടേ? ശരിയാ, വീട്ടിൽ പോകണം. ഇപ്പം തന്നെ ഒരുപാട് രാത്രിയായി. നമുക്ക് ഐസ്ക്രീം കുടിച്ചില്ല. പോപ്കോൺ. ഹായ് പോപ്കോൺ. പപ്പ പോപ്കോൺ.
പോപ്കോൺ പോപ്കോൺ പോപ്കോൺ. എത്രയാ റേറ്റ് എങ്ങനെയാ? 25 സാ. ഒരെണ്ണം എടുത്തോ. ഓ ബിഗ് സൈസ് ആണല്ലേ. ദേ ഇത് നോക്കിക്കേ, കുറേ ടൈപ്പ് പോപ്കോൺ ഉണ്ട്. നമുക്ക് ചീസ് പോപ്കോൺ മേടിച്ചാലോ? ചീസ് പോപ്കോൺ മേടിക്കാം. ചോക്ലേറ്റ് പോപ്കോൺ ഉണ്ട്. അങ്ങനെ കുറേ പോപ്കോൺ ഉണ്ടല്ലോ. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. എനിക്ക് അത്ര ഇഷ്ടമായില്ല ചീസ്. എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇന്നത്തെ ജേണി ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി പപ്പ. ഇപ്പൊ ശരിക്കും പറഞ്ഞാ വിശക്കുന്നു പപ്പ. നമുക്ക് പോണ വഴിക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ആ പപ്പ. മോൾ ഉറങ്ങിയോടി? ആ അതെ ഉറങ്ങി. പപ്പ നല്ല ഉറക്കം വരുന്നു പപ്പ. ഫുഡ് ഫുഡ് വെള്ളം. ഇന്ന വെള്ളം എടുത്ത് കുടിച്ചോ. ഈ കടയിൽ ഭയങ്കര ഇരുട്ട്. ഞാൻ പത്തിരി മേടിച്ചു, ചിക്കൻ കറിയും പിന്നെ അൽഫാമും. എന്തൊരു ചൂടായി അൽഫാം. പിച്ചിട്ട് വരുന്നേ ഇല്ല. ഞാൻ ഈ പത്തിരി എടുത്തിട്ട് അൽഫാമിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പോവാ ഗൗരി. നല്ല ഉറക്കം വരുന്നു. ഞാൻ കഴിച്ച് ഉറങ്ങുക ഗൗരി. വേഗം കഴിക്കുന്ന, വീട്ടിൽ പോകാനുള്ളതാ. ഞാൻ എൻ്റെ സ്ട്രോബെറി ഷേക്ക് കുടിച്ച് തീരാറായി. നീ ഇതുവരെ തൊട്ട പോലും ഇല്ലേ ഗൗരി? എൻ്റെ സ്ട്രോബെറി ഷേക്ക് ഞാൻ കുടിച്ചു തീർന്ന്. ലാസ്റ്റ് ഐസ്ക്രീം കണ്ടോ? അത് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക. നല്ല തണുപ്പ്. നമ്മൾ ബീച്ചിൽ പോയിട്ട് ഐസ്ക്രീം കുടിക്കാൻ മറന്നു. ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. ബൈ.